കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ വിഷയങ്ങളിൽ ചില സമയത്ത് ചില ജീവിത പ്രതിസന്ധികൾ വരുമ്പോഴാണല്ലോ വിശ്വാസ വിഷയങ്ങളിൽ നമുക്ക് പലപ്പോഴും ഒരു പരീക്ഷണം വരണത്. ഇങ്ങനെയുള്ള പരീക്ഷണ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ലഭിക്കുന്ന ആന്തരികമായ ചില ബോധ്യങ്ങളുണ്ട്. അതാണ് പ്രാർത്ഥനയിൽ നിലനിന്ന് വളരാൻ നമ്മളെ സഹായിക്കുന്നതും പരീക്ഷണത്തെ ജയിക്കാൻ നമ്മളെ ശക്തി തരേണ്ടതും. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണം? ദൈവമായിട്ട് എനിക്ക് മുമ്പത്തേക്കാൾ ആത്മബന്ധമായെന്ന്. ഞാൻ എന്തിങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? കർത്താവിൻ്റെ വചനത്തിലുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. എന്താ കർത്താവിൻ്റെ വചനം? എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് ഈശോൻ്റെ കാലം തൊട്ട് ഈശോൻ്റെ കാലത്ത് മാത്രം ഉള്ള ഒരു വിഷയമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾക്കത് മനസ്സിലാവണത് വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യുക, ഓരോരോ രോഗങ്ങളോ അല്ലെങ്കിൽ പരീക്ഷാ പരാജയമോ അല്ലെങ്കിൽ കുടുംബ സമാധാന കുറവോ ഒക്കെ സംഭവിച്ച് കഴിയുമ്പോൾ നമ്മളത് പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റി കഴിയുമ്പോൾ ആ കാലം കഴിയുമ്പോൾ നമുക്ക് മുമ്പത്തേക്കാൾ വിശ്വാസമുണ്ട്, മുമ്പത്തേക്കാൾ ആന്തരിക ബോധ്യം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആത്മീയ വളർച്ച പ്രാപിച്ചെന്നാണ്. ഈ ആധ്യാത്മിക വളർച്ച പ്രാപിക്കുമ്പോൾ ബൗദ്ധികമായ ബോധ്യം കിട്ടിക്കാണും, വൈകാരികമായ ബോധ്യം കിട്ടിക്കാണും. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതിൻ്റെ അർത്ഥം നിനക്ക് ദൈവമായിട്ട് ആത്മബന്ധം വളർന്നു എന്ന അർത്ഥം. കാര്യം അതൊരു ആന്തരിക വെളിപാടാണ്. വിശ്വാസ വളർച്ച എന്ന് പറഞ്ഞാൽ ആന്തരിക വെളിപാടാണ്.
ഞാൻ ഇതെന്താ പറയണമെന്ന് അറിയാമോ? രണ്ട് സുവിശേഷത്തിൽ രണ്ട് കക്ഷികളെ കാണിക്കുന്നുണ്ടല്ലോ. അതായത് മാർത്തായും മറിയവും, ലാസറിൻ്റെ സിസ്റ്റേഴ്സ് ആയിരുന്നവർ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ് 10-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. വളരെ രസകരമായ ഒരു സുവിശേഷ ഭാഗമാണത്. അവിടെ രണ്ട് കക്ഷികളും, അതായത് മാർത്തായും മേരിയെയും നമ്മൾ കാണുന്നുണ്ട്. അതിൽ മറിയം കർത്താവിൻ്റെ പാദത്തിൻ്റെ അരികിലിരുന്ന് ഈശോൻ്റെ വചനങ്ങളെല്ലാം കൊതിയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. മാർത്ത അടുക്കളയിൽ പരിചരണ വിഷയത്തിൽ അതീവ വ്യഗ്രചിത്തയായിരിക്കുന്നു. അവൾ വർക്ക് തീരാത്തതിൻ്റെ ഒരു വേവലാതിയിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒറ്റയ്ക്കിങ്ങനെ ജോലി ചെയ്യണതിലും എൻ്റെ വർക്ക് തീരാത്തതിലും ഒന്നും നിനക്കൊരു വിഷമമൊന്നുമില്ല. നീ അവളോടൊന്ന് പറ എന്നെ സഹായിക്കാൻ. പാപ്പട്ടവൾ വളരെ സത്യസന്ധമായിട്ട് സംസാരിച്ചതാണ്. എന്താണ്, ഇവളും കൂടി വന്ന് സഹായിക്കണമെങ്കിൽ ഈസി ആയിട്ട് വർക്ക് തീർത്ത് അവൾക്കും വന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാമല്ലോ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ, അവളുടെ വർക്ക് ചെയ്യണതിൻ്റെ ഇടക്കും കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങൾക്ക് ഇവളൊരു പകുതി ചെവി കൊടുക്കുന്നുണ്ട്. അതാണ് മാർത്തായുടെ ഒരു നിലപാട്. അപ്പോഴേ കർത്താവ് അതിനെക്കുറിച്ച് ശാശ്വതമായ ഒരു ദൈവ പൈതലെ കൈവരിക്കേണ്ട വചനത്തോടുള്ള ആഭിമുഖ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈശോയുടെ ഒരു സമീപനം പറയണത്. ഈശോ എന്നാ പറയണത്? മാർത്ത, മാർത്ത, നീ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചാണ് വ്യാകുലയായിരിക്കണത്. സാങ്കത്യമായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. മറിയം ആ നല്ല ഭാഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മറിയം അല്ലെങ്കിൽ എലിസബത്ത് അല്ലെങ്കിൽ XY ഏതെങ്കിലും ഒരു ലേഡി, മറിയത്തിനല്ല അവിടെ പ്രാധാന്യം. ആ തിരഞ്ഞെടുത്ത പ്രവർത്തിക്കാണ് അവിടെ. കാരണം കർത്താവിൻ്റെ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വചനം അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ നിലനിർത്തുന്നവരെല്ലാവരും മറിയത്തിൻ്റെ പൊസിഷനിൽ കർത്താവിൻ്റെ ഒരു പ്രശംസ ലഭിക്കാൻ സാധ്യതയുള്ള ദൈവ പൈതലാണ്. ഞാൻ പറഞ്ഞു വരണത് അതൊന്നുമല്ല. നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, അതറിൻ്റെ. അത് കുറച്ച് രസകരമായതാണ്. എന്ന് വെച്ചാൽ ഈ വചനം അടുക്കളയിൽ ജോലി ചെയ്ത സ്ത്രീയും വചനം കേട്ട സ്ത്രീയും ചെടുത്ത് വനിയത്തി. പക്ഷേ ഈ വചനത്തിനൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേട്ടത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇത് പ്രയോജനപ്പെടണം. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ മരുന്ന് വാങ്ങിച്ച് വെച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് നമ്മൾ രോഗം മാറാതെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കത്തില്ലേ, നിങ്ങൾ മരുന്ന് കഴിച്ചു എന്ന്. അപ്പോഴും നമ്മൾ പറയും മരുന്ന് ഭയങ്കര കയ്പ്പായിരുന്നു ഡോക്ടർ, എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ അതിനകത്ത് കെട്ടിയെടുത്ത് രണ്ടാമത് വന്നിരിക്കണമെന്ന് ചോദിക്കും. മരുന്ന് വാങ്ങിച്ച് വെക്കണതും കഴിക്കണതും രണ്ട് വിഷയങ്ങളാണ്. വചനം കേൾക്കണതൊരു വിഷയമാണ്, വചനം നടപ്പിൽ വരുത്തുന്നത് വേറെ വിഷയമാണ്. അതെങ്ങനെ പറയാൻ കാര്യം എന്നറിയോ? ഇവരുടെ വീട്ടിലാണല്ലോ ലാസർ മരിച്ചത്. പക്ഷേ എന്നാ പറ്റി? ആണും തൂണും തുണയുമായിരുന്ന സ്വന്തം സഹോദരൻ അപ്പൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്. കൈമോശം വന്നു പോകുമ്പോൾ ആ കുടുംബത്തിൽ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം വരാനില്ല. ഈ ദുരന്തത്തെയും അതിജീവിച്ചുകൊണ്ട് മാർത്ത നിൽക്കണ കാഴ്ച സുവിശേഷം ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടി ഒരു വചനം വെച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാവോ? 4-ാം ദിവസം ഈശോ വന്നു വന്നുള്ള വചനമല്ല ഇവിടെ പ്രാധാന്യമുള്ളത്. ഈശോ വന്നത് കേട്ടപ്പോൾ മാർത്ത എഴുന്നേറ്റ് പോയി കർത്താവിനെ സ്വീകരിച്ചു. അവിടം വരെ വലിയ അപകടമൊന്നുമില്ല ആ വചനത്തിന്. പക്ഷെ വളരെ അപകടകരമായ ഒരു വിഷയം പിന്നീട് വചനം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയാമോ? യോഹന്നാൻ 11:20. എന്താ? മറിയം വീട്ടിൽ തന്നെ
ഇരുന്നു. അതൊരു 1.5 ഇരിപ്പായിപ്പ്. എന്നുവെച്ചാൽ അതായത് ഈ മറിയത്തെക്കുറിച്ചാണ്. ഇപ്പം സി വാട്ട് ഹാപ്പൻഡ്. ഈശോ വരാൻ വൈകുന്ന വിഷയം ദൈവത്തിന് ഇന്ന് തുടങ്ങിയ ഉള്ള ഒരു പരീക്ഷണ സബ്ജക്റ്റ് അല്ല. ഇങ്ങനെ ലാഗ് ചെയ്യും ചില സമയത്ത്. എൻ്റെ മക്കളെ, ഇന്ന് വന്നില്ല നാളെ വന്നു, ഇന്ന് വന്നില്ല അടുത്ത ആഴ്ച വന്നു. വരികയും വരാതെ ഇരിക്കുകയും ചെയ്യണതല്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വിഷയം. പിന്നെ എന്താണ്? വരണത് ദൈവമാണെന്നുള്ളതാണ്. അല്ല, നിൻ്റെ അപ്പം വരണതും വരാത്ത പോലെ അല്ല, നിൻ്റെ ഭർത്താവ് ഭാര്യ വരണതും വരാത്ത പോലെ അല്ല. മനുഷ്യൻ വരികയും വരാതെയും ചെയ്തിരിക്കുന്നത് കൊണ്ട് ടൈമിൽ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ഡോക്ടർ വരികയും വരാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അതിന് ടൈമിൽ ദോഷവും ഗുണവും ഉണ്ടാവും. മനുഷ്യൻ വരികയും വരാതിരിക്കുകയും ചെയ്യുന്നതല്ല പ്രശ്നം. അതുപോലെയല്ല ദൈവം വരാതിരിക്കണത്. താമസിച്ചാലും ദൈവമാണ് വരുന്നതെന്ന് ഉള്ള ആന്തരികമായ വിശ്വാസമാണ് വിശ്വാസം. ആ വിശ്വാസമാണ് മാർത്ത പറയണ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പം തന്നെ വിശ്വാസം പ്രഖ്യാപിച്ചല്ലേ. എങ്കിലും നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ അവളോട് പറയും, നീ ഉദ്ദേശിക്കണ കാര്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞു. അപ്പം മാർത്ത ഇങ്ങനെ കണ്ണ് ചിമ്മി കർത്താവിനെ നോക്കും. അപ്പോൾ കർത്താവ് സന്തോഷത്തോടെ അവളോട് പറയും, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. എനിക്കിപ്പോൾ അതല്ലേ വേണ്ടേ? പക്ഷേ അതല്ല വേണ്ടത് എന്ന് പറയുന്നതിന് പകരം മാർത്ത പറയും, എന്താണ്? കർത്താവേ, അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. നല്ല കാറ്റഗറിസമുള്ള ആളാണ്. ഞാൻ എപ്പോഴും ഓർക്കും, മാർത്ത സൂപ്പറാണ്. എന്നുവെച്ചാൽ ഒരു ചെവി കർത്താവിന് കുടുംബത്തെ നിലനിർത്താൻ ജീവിതത്തിന് വേണ്ടിയും, ഒരു ചെവി കർത്താവിൻ്റെ വചനത്തെ. അന്ന് മറിയത്തോട് കർത്താവ് ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു, ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്നും അതാണ് മാർത്ത പറയണത്. ഞാൻ ആരാണെന്നാണ്, ഈശോ ആരാണെന്നാണ് മാർത്ത പറയണത്. നീ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് എനിക്കറിയാവുന്നു. അത് അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈശോ മറിയത്തോട് സംസാരിക്കുന്നത് കേട്ട് പഠിച്ചതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ചെവി മാർത്ത കർത്താവിൻ്റെ വചനത്തിന് അടുക്കളയുടെ വ്യഗ്രതയിലും വ്യാപൃതരായിരിക്കുമ്പോഴും ഒരു ചെവി വചനത്തിന് കൊടുത്തിരുന്നു, ഒരു ചെവി അടുക്കളയ്ക്കും. ജീവിതത്തിനും ദൈവത്തിനും തുല്യസ്ഥാനം കൊടുത്തുകൊണ്ട് അർത്ഥവത്തായ ജീവിതത്തിൽ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നതിന് ഒരു മാതൃകയുണ്ടെങ്കിൽ മറിയത്തിൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ആളാണ് മാർത്ത. നല്ലവനായ ദൈവമേ, ജീവിതത്തിനെയും ദൈവത്തിനെയും ഒരേ ചെവി കൊണ്ട് കൊടുത്തുകൊണ്ട് സമചിത്തതയോടെ ആധ്യാത്മികതയെ സമീപിക്കുവാൻ മാർത്തായെപ്പോലും ഞങ്ങളെയും സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, മാർത്തായെ പോലെ ജീവിതത്തിനും ദൈവത്തിനും കർത്താവേ ഒരുപോലെ ചെവി ചായ്ക്കാൻ, തുല്യതയോടെ ജീവിതത്തെ സമർപ്പിക്കാൻ കർത്താവേ മാർത്തായിൽ നിറഞ്ഞു നിന്ന വിശ്വാസത്തിന്റെ തീഷ്ണത ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ലാസറിന്റെ ശവകുടീരം സന്ദർശിക്കാനെത്തിയ ദൈവമേ, അങ്ങ് മാർത്തയോടും മറിയത്തോടും പറഞ്ഞല്ലേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ലഭ്യമാകുമെന്ന്. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്.
അങ്ങ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന രക്ഷകനാണെന്ന്, വിമോചകനാണെന്ന്, മിശിഹായാണെന്ന് മാർത്ത വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുന്നു. മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷ കർത്താവിലാണ്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്തവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ലാസർ മരിച്ചിട്ട് 4 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. കർത്താവേ, അങ്ങ് ശവകുടീരത്ത് നിന്ന് ലാസറിനെ ഉയർപ്പിച്ച ദൈവമല്ലേ. ഞങ്ങളിലും മാറാത്ത രോഗങ്ങളുണ്ട് കർത്താവേ. കാലങ്ങളായിട്ട് മരുന്നുകൾ കഴിച്ച് മാറാത്ത രോഗങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, വേദനകളുണ്ട്. വിശ്വസിച്ചു കണ്ട കർത്താവേ, അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങിൽ പ്രത്യാശിക്കാൻ മാർത്തയെ പോലെ വിശ്വാസത്തിന്റെ ദാർശനികത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ പാടാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർത്തിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, സാത്താന്റെ പ്രവർത്തികൾ തകർന്നു. ഉയർത്തിയടിച്ചുകൊണ്ട് യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഹെബ്രായർ 4:2 കർത്താവിൻ്റെ വചനം. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരതിൽ വിശ്വസിച്ചില്ല. മാർത്തായോട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ വചനത്തിൽ നിന്നാണ് മഹത്വം ഉണ്ടാകണത്. വചനത്തെ വിശ്വസിക്കുമ്പോൾ, വചനത്തെ വിശ്വസിച്ച് ദൈവമഹത്വം കണ്ടവരുടെ അനുഭവങ്ങളാണ് അനുഭവ സാക്ഷ്യങ്ങൾ. നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഞാൻ വരുന്നത് കാലടിയിൽ നിന്നാണ്. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഞാൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുമ്പോൾ തൊട്ട് ഇവിടെ തന്നെയാണ്. 2018 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി വന്ന് എടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി വെച്ചത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. അതെനിക്ക് മാതാവ് എനിക്ക് നടത്തി തന്നു. രണ്ടാമതായിട്ട് എൻ്റെ മോന് 3 വയസ്സായിട്ടും ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അതായത് ഞാൻ ഇവിടെ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാര്യം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം ഏറ്റവും നന്നായിട്ട് വർത്താനം പറയുന്നുണ്ട്. പ്രാർത്ഥന എത്തിക്കുമ്പോഴൊക്കെ മോൻ്റെ നാക്കിൽ ഞാൻ ഉടമ്പടിയുടെ തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എന്താ പറയുക, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ വർത്താനം ആരാധന. മാതാവ് നൽകിയ അനുഗ്രഹത്തിന് കോടാനും കൂടി നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവരെപ്പോലും നമ്മൾക്കും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ നമ്മളെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും
സ്തുതിയും പുകഴ്ചയുണ്ടായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ശിവേ മഹത്വം. പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എല്ലാവരും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. വിശ്വാസത്തോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സാങ്കേതികമായ കുരുക്കുകളാൽ ജീവിതം ഇങ്ങനെ മരവിച്ചു പോയ ആൾക്കാരെ അവിടെ വിടുതലിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർട്ടിഫിക്കറ്റുകൾ കാണാതെ പോയവരെ, വിത്തുഹെൽഡായി പോയവരെ, സ്വന്തം അവകാശ രേഖകൾ അന്യൻ്റെ അധീനതരായിട്ട് വിട്ടുകിട്ടാത്തവരെ, അതുമൂലം ജീവിതത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റാത്തവരെ, നിന്നിടത്ത് തന്നെ നിന്ന് പോയി മരവിച്ചു പോയവരെ, കർത്താവെ, അവരെല്ലാം കർത്താവെ അങ്ങയുടെ കാരുണ്യത്തിനായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇടപെടലുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവര്, ഡോക്യുമെന്റ്സിന് വേണ്ടി അലയുന്നവര് കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വയ്ക്കുന്നു. ഈശോയെ സ്പർശിക്കണം. ഈശോയെ സ്പർശിക്കണം. ഈശോയെ സ്പർശിക്കണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളൊരു ഭാഗ്യോടമ്പടി നടക്കാത്ത കുടുംബങ്ങൾ, സമാധാനത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥകൾ, നീറി കഴിയുന്നവരെ, സ്നേഹമെല്ലാം തണുത്തുറഞ്ഞു പോയി പരസ്പരം അന്യന്മാരെപ്പോലെ ആയിപ്പോയ കുടുംബങ്ങൾ, കർത്താവേ നിന്റെ വിശുദ്ധമായ രക്തത്താൽ ആ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ തളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഭഗോടമ്പടി ചെയ്യാതെ കിടക്കുന്ന എല്ലാ ഭൂമികളുടെ മേൽ, കർത്താവേ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ശക്തി പ്രകടമാക്കണമേ. കർത്താവേ, അവർക്ക് സമാധാനവും സമാധാനവും ഭഗോടമ്പടികൾ നടത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവെ, ഡെഡ് എൻഡായി പോയവരെ, ഇനി മുന്നോട്ട് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല എന്ന രീതിയിൽ മുമ്പോട്ടും പോകാൻ പറ്റാതെ പുറകോട്ടും പോകാൻ പറ്റാതെ ജീവിതത്തിൽ
അർത്ഥപ്രജ്ഞരായിപ്പോയവർ, കർത്താവെ മാനുഷികമായ ഒരു പോംവഴിയും കാണാതെ ഇരിക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങളുടെ മേൽ കർത്താവെ ദൈവികമായ ആശ്വാസങ്ങളും ദൈവികമായ വഴികളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിമുട്ടിയ ജീവിതങ്ങൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമുദ്രത്തിൽ വഴിവിട്ട ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ, ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സമാപന ആശീർവാദം സ്വീകരിക്കുക. ഈശോയെ, കർത്താവേ, അങ്ങ് മാർത്തയോട് പറഞ്ഞില്ലേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന്. കർത്താവേ, മാർത്ത ഉദ്ഘോഷിച്ചല്ലോ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മെസ്സിഹയാണ്. കർത്താവേ, ആ വിശ്വാസ നിറവോടുകൂടി ഇപ്പോൾ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിട്ടുമാറാത്ത രോഗദുരിതങ്ങളും കടഭാരങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളും മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളും ജപ്തി നടപടി കേസുകളുമെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ സമർപ്പിച്ച നിയോഗങ്ങളും ഞങ്ങൾ ഓർത്തു സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവായ ദൈവമേ, ചീഞ്ഞഴിഞ്ഞ ലാസറിൻ്റെ കുഴിമാടം സന്ദർശിച്ച ദൈവമേ, ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് വണങ്ങി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നായ്മയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാവിധ മേഖലകളിലെ മേലും ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ അഭിഷേക ശക്തി, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം നൽകണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.